പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. റോമാലേഖനം 8-ാം അധ്യായം 14-ാമത്തെ വാക്യം. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. ജീവിതം പലപ്പോഴും നമ്മെ അനിശ്ചിതത്വത്തിൻ്റെ വഴികളിലൂടെ നടത്തുമ്പോൾ എന്താണ് ശരി, എവിടേക്ക് പോകണം, ആരാണ് എന്നെ നയിക്കുന്നത് എന്ന ചോദ്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉയരാറുണ്ട്. അത്തരം സമയങ്ങളിൽ ദൈവവചനം നമ്മോട് പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരൊക്കെയും ദൈവമക്കൾ ആകുന്നു എന്ന്. നാം പലപ്പോഴും സ്വന്തം ബുദ്ധിയിലും വികാരങ്ങളിലും ആശ്രയിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. എന്നാൽ ദൈവം നമ്മെ വിളിക്കുന്നത് അതിനേക്കാൾ ഉയർന്ന ഒരു തലത്തിലേക്കാണ്. അതായത് പരിശുദ്ധാത്മാവ് നയിക്കുന്ന ജീവിതത്തിലേക്ക്. ഇതൊരു ബന്ധമാണ്. പിതാവിനോടുള്ള ബന്ധം പരിശുദ്ധാത്മാവിലൂടെ യാഥാർത്ഥ്യമായി തീരുന്നു. സഭാപിതാവായ മോർ ജോൺ ക്രിസോസ്റ്റം ഓർമ്മിപ്പിക്കുന്നത്, ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിക്കുന്നവർക്ക് ഭയമില്ല, അവർ മക്കളുടെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്നു എന്നാണ്. അതിനാൽ ആത്മാവിൻ്റെ നടത്തിപ്പിൽ ജീവിക്കുന്നത് ഭയത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു യാത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരിക്കൽ ഒരു ചെറിയ കുട്ടി തൻ്റെ പിതാവിനോടൊപ്പം രാത്രി ഒരു കാട്ടിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. ഇരുട്ട് കൂടിയപ്പോൾ കുട്ടിക്ക് ഭയം അനുഭവപ്പെട്ടു. അപ്പോൾ പിതാവ് പറഞ്ഞു, എൻ്റെ കൈ പിടിച്ച് നടക്കൂ. കുട്ടി ചോദിച്ചു, അപ്പൻ്റെ കൈ പിടിക്കണോ അതോ എൻ്റെ കൈ അപ്പൻ പിടിക്കുമോ? അച്ഛൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഞാൻ നിന്റെ കൈ പിടിക്കുമ്പോൾ നീ ഒരിക്കലും വഴിതെറ്റില്ല. നമ്മുടെ ആത്മീയ ജീവിതവും ഇതുപോലെയല്ലേ? നമ്മൾ ആത്മാവിനെ പിടിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ പ്രധാനമായത് ആത്മാവ് നമ്മെ പിടിച്ച് നയിക്കുകയാണ്. കാരണം അവൻ്റെ നടത്തിപ്പിൽ സുരക്ഷയും ഉറപ്പും ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓരോ ദിവസവും പ്രാർത്ഥനയിൽ ദൈവമേ എന്നെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ദൈവവചനത്തിലൂടെ ആത്മാവിൻ്റെ ശബ്ദം കേൾക്കുവാൻ നമുക്ക് സാധിക്കണം. വചനവായന ആത്മാവിൻ്റെ മാർഗദർശനമാണല്ലോ. അതുപോലെ നിശബ്ദതയിലും ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചറിയുവാൻ നമുക്ക് പഠിക്കണം. ഇന്നത്തെ സന്ദേശം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ആത്മാവിൻ്റെ നടത്തിപ്പിൽ നടക്കുമ്പോൾ ആശങ്കകൾ വിട പറയും. ദൈവത്തിൻ്റെ മക്കൾ ഭയപ്പെടുകയില്ല. കാരണം പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നു. നമ്മുടെ വഴി നാം തീരുമാനിക്കുന്നതല്ല, ആത്മാവ് തീരുമാനിക്കുന്നതും നയിക്കുന്നതുമാണ്. ആത്മാവ് നയിക്കുമ്പോൾ തെറ്റിപ്പോകുന്ന വഴികൾ ഇല്ലല്ലോ. അതിനാൽ ക്രിസ്തീയ ജീവിതം ഒരു ഭാരമല്ല, മറിച്ച് മനോഹരമായ ഒരു യാത്രയാണ്. ഈ യാത്രയിൽ നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല. പരിശുദ്ധാത്മാവ് നമ്മെ ഓരോ ദിവസവും നയിക്കും. അതിനാൽ നമുക്കൊരു തീരുമാനമെടുക്കാം, എൻ്റെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നടത്തിപ്പാണ് എൻ്റെ വഴി. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുന്ന യഥാർത്ഥ സന്തോഷം അനുഭവിക്കുവാൻ സാധിക്കും. ദൈവാത്മാവ് നയിക്കുന്ന മക്കളായി ജീവിപ്പാൻ നമുക്കൊക്കെ ശ്രമിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ ചിന്തകളെയും തീരുമാനങ്ങളെയും നയിക്കണമേ. ഭയത്തിന് പകരം വിശ്വാസവും ആശയക്കുഴപ്പത്തിന് പകരം വ്യക്തമായ ദിശയും നൽകണമേ. നിന്റെ മക്കളായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.